അല്ല സാറേ, ഇതെന്താ കലാപരിപാടി? ഇത് ഈ കുട്ടികൾക്ക് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾക്കും ഇതൊക്കെ അറിയണ്ടേ? അതന്നെ ഞങ്ങൾക്ക് വരണ്ടേ? അധികാരങ്ങളും ചുമതലകളും വിഭവങ്ങളും വിഭജിച്ചും ആസൂത്രണം ചെയ്തും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നടപ്പിലാക്കലാണ് അധികാര വികേന്ദ്രീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ഘട്ടങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു കെട്ടുറപ്പുള്ള സംവിധാനമായി മാറും. ഓ, ഇതേന്ന് എനിക്ക് മനസ്സിലായ കാര്യം ജനങ്ങൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടാണെന്നുള്ള. കറക്റ്റ്. അല്ലെങ്കിൽ അഴിമതി കൊടികുത്തി വാഴും. അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിൽ ജനപ്രതിനിധികൾ ഭരണകർത്താക്കളല്ല, ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ കൈകളായി പ്രവർത്തിക്കുന്ന ബ്യൂറോകളുമല്ല, ജനങ്ങൾ കാഴ്ചക്കാരോ വെറും ഗുണഭോക്താക്കളോ അല്ല, എല്ലാവരും പങ്കാളികൾ മാത്രമാണ്. ഇതും പറഞ്ഞ പഞ്ചായത്ത് ഓഫീസിൽ കണ്ടി ചെന്നാലേ 2 പ്രാവശ്യം നടക്കാനുള്ളേ 4 പ്രാവശ്യം നടക്കേണ്ടി വരും. ജനങ്ങൾക്ക് ബോധവും ബോധ്യവും ഉണ്ടെങ്കിൽ അത് വേണ്ടിവരില്ല. അതില്ലാത്തോണ്ടാണല്ലോ പല പഞ്ചായത്തിലും പഠനങ്ങളൊന്നും നടക്കാത്ത പദ്ധതികൾ നടപ്പിലാക്കണേ. തൽക്കാലം കാട് കാരണ്ട. പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിക്കുന്നതിൽ പഠനങ്ങൾക്കുള്ള പങ്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അത് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചല്ലേ, അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ ഉപകാരം? വികേന്ദ്രീകരണം സംഭവിക്കുമ്പോൾ അധികാരം ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. സംഭവിക്കുമ്പോൾ എന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം. സംഭവിക്കാതിരിക്കണ്ടെങ്കിലേ അതിന്റെ ഉത്തരവാദികൾ ജനങ്ങൾ തന്നെയാണ് സാരം. തീർച്ചയായും. രണ്ടാമത്തേത്, ഭരണകാര്യങ്ങൾ വേഗത്തിലാകും. 3, കാര്യക്ഷമത വർദ്ധിക്കും. സാമൂഹ്യ നീതിയും ലിംഗനീതിയും ഉറപ്പുവരുത്താനാകും. അറിയാനുള്ള അവകാശം പ്രാവർത്തികമാകുമ്പോൾ സുതാര്യതയും വർദ്ധിക്കും. ഈ വിവരാവകാശ നിയമത്തിനെ പറ്റി അപേക്ഷ കൊടുക്കുന്നതിനാണോ മാഷ് ഉദ്ദേശിച്ചത്? വിവരാവകാശത്തിനെ കുറിച്ച് അല്ലല്ല, അന്വേഷിച്ച് അറിയുന്നതിനെ കുറിച്ചല്ല, പ്രവർത്തനങ്ങൾ പരസ്യപ്പെടുത്തേണ്ട ചുമതലയെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെയുണ്ടാ? അങ്ങനെ പലതുമുണ്ട്. ചുമതലകളെ കുറിച്ച് ബോധ്യമില്ലാത്ത ജനപ്രതിനിധികൾ ജനാധിപത്യത്തിലൊരു വെല്ലുവിളിയാണ്. നിങ്ങളിത് കണ്ടോ? വൈദ്യുതി കണക്ഷൻ നൽകി ജനങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നതിന് മുമ്പേ ബോർഡ് വെക്കാനാണ് ധൃതി. നമുക്ക് പറയാം, തൽക്കാലം നമുക്കിന്ന് കട്ടണിടാം. എന്താ അത് ന്യായം? എനിക്ക് ഗ്രാമസഭയെ കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയണം, അത് മറക്കണ്ട. ഗ്രാമസഭകളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. ഇനി എന്നെ പോലെ നിങ്ങൾക്കും കൂടുതൽ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. എല്ലാവർക്കും ശുഭദിനം. ജയ് ഹിന്ദ്.